ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ RRBയുടെ നോട്ടിഫിക്കേഷൻ വന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കറിയാം 94 സീറ്റുകളാണ് നമ്മുടെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 പോസ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഉത്സാഹിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്കറിയാം നമ്മുടെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്ന് പറയുന്നത് പേ ലെവൽ 3 ഉള്ള നമ്മുടെ പോസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ബേസിക് പേ എന്ന് പറയുന്നത് 21,700 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 21,700 മുതൽ ഒരു 69,000 റുപ്പീസ് വരെ നമുക്ക് സാലറി ആയിട്ട് കിട്ടാവുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള ഈ ഒരു 3 മാസക്കാലം നമ്മൾ നന്നായിട്ട് ഉത്സാഹിച്ചൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഗവൺമെൻറ് ജോബ് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ CME-DTech ഉണ്ടായിരിക്കും, നിങ്ങളെ എല്ലാ സമയവും സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് പ്രീവിയസ് ആയിട്ട് നമ്മുടെ RRBക്ക് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ഏതൊക്കെ ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ സെക്ഷനിലൂടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർ ഡിറ്റക്റ്റിംഗ് ഹീമോഗ്ലോബിനോപ്പതീസ് ബൈ ഇലക്ട്രോഫോറസിസ് വി യൂസ്, അതായത് നമ്മുടെ ഹീമോഗ്ലോബിനോപ്പതീസ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് HB ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ HB ഇലക്ട്രോഫോറസിസ് ഹീമോഗ്ലോബിനോപ്പതീസിന് നമ്മൾ യൂസ് ചെയ്യുന്ന HB ഇലക്ട്രോഫോറസിസിന് നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിൾ എന്ത് കൈൻഡ് ഓഫ് സാമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ A ക്ലോട്ടഡ് ബ്ലഡ് ആണ്, ഓപ്ഷൻ B എന്ന് പറയുന്നത് പ്ലാസ്മ, ഓപ്ഷൻ C ഈസ് റെഡ് സെൽസ് ആൻഡ് ഓപ്ഷൻ D ഈസ് ലൈസ്ഡ് റെഡ് സെൽസ്. അപ്പോൾ ഹീമോഗ്ലോബിനോപ്പതീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് HB ഡിഫക്റ്റുകളാണ്. നമുക്കറിയാം ഹീമോഗ്ലോബിന് പല വേരിയൻസും ഉണ്ട്. നോർമലി നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നത് ഏതൊക്കെയാണ് HbA, അതുകൂടാണ്ട് തന്നെ HbA2, HbF എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇൻഫൻറ്റിലെല്ലാം എന്നുണ്ടെങ്കിൽ ന്യൂനേറ്റ്സിലേറ്റവും കൂടുതലായിട്ട് കാണുന്നത് HbF ആയിരിക്കും. നമ്മൾ അഡൾട്ട് ആകുമ്പോഴത്തേക്ക് നമ്മളിൽ അത് എന്താണ് HbAയുടെ അളവായിരിക്കും കൂടുതലുണ്ടായിരിക്കുക. അപ്പോൾ ഇത് കൂടാണ്ട് തന്നെ നമുക്കറിയാം HbS, HbD, HbE എന്ന് പറയുന്ന പല തരത്തിലുള്ള ഹീമോഗ്ലോബിൻ്റെ വേരിയൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഹീമോഗ്ലോബിൻസിൻ്റെ വേരിയൻസിനെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് നമ്മുടെ HB ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ HB ഇലക്ട്രോഫോറസിസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് സാമ്പിളാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളിൽ ഉത്തരം വരുന്നുണ്ടായിരിക്കും. നമുക്കറിയാം ഇതിന് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലൈസ്ഡ് റെഡ് സെൽസ് ആണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. അതായത് ഹീമോലൈസേറ്റ് പ്രിപ്പറേഷൻ എന്നൊക്കെ പറയാറില്ലേ, ഇതാണ്. അപ്പോൾ എന്താണ് ഈ ഹീമോലൈസേറ്റ് പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മളൊക്കെ അറിയാം ഹീമോഗ്ലോബിനോപ്പതീസ് എന്ന് പറയുന്നത് HB, അതായത് എന്താണ് HB വാരിയൻസിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഹീമോഗ്ലോബിനോപ്പതീസ് എന്ന് പറയുന്നത് HB വേരിയൻസ് ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ്. അപ്പോൾ അതിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് HB ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എന്തിനാണ് ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റെഡ് സെൽസിലുള്ള ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ഈ റെഡ് സെൽസിലുള്ള പ്രോട്ടീൻസിനെ റെഡ് സെൽസ് പൊട്ടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അക്യുറസിയും എന്താണ് ഒരു ലൈസേറ്റ് പ്രിപ്പറേഷനിലൂടെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി EDTA സാമ്പിൾസ് ഒക്കെയാണ് കളക്ട് ചെയ്യാറുള്ളത്. ഈ സാമ്പിൾസ് കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് നമ്മളതിൻ്റെ പ്ലാസ്മേനെ സെപ്പറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പാക്ഡ് സെൽസ് എടുക്കുന്നു. ഈ പാക്ഡ് സെൽസിനെ നന്നായിട്ട് സലൈൻ വാഷ് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഡിറ്റർജൻസോ അല്ലാന്നുണ്ടെങ്കിൽ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസോ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ RBCൻ്റെ മെംബ്രെയിൻസിനെ പതുക്കെ റപ്ചർ ചെയ്തെടുക്കുന്നു. ഇങ്ങനെ RBCൻ്റെ മെംബ്രെയിനെ പൊട്ടിച്ച് നമുക്കറിയാം ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആയിരിക്കും നമ്മുടെ RBC മെംബ്രെയിനിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ചെറുതായിട്ട് ഡിസ്റപ്റ്റ് ചെയ്ത് അതിനെ പൊട്ടിച്ചുകൊണ്ട് നമ്മൾ അതിനകത്തുള്ള HB പോലുള്ള പ്രോട്ടീൻസിനെ RBCൻ്റെ അകത്തുള്ള പ്രോട്ടീൻസിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ടാണ് നമ്മൾ HBനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡായിരിക്കും. എന്താണ് ഇത്തരത്തിൽ നമുക്കറിയാം HB കൂടാണ്ട് പലതരത്തിലുള്ള ഡെബ്രീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതിനെ നമ്മൾ എന്ത് വെച്ചിട്ട് ഒരു ഫിൽട്രേഷൻ വഴി എങ്ങാനും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മെത്തേഡാണ് നമ്മുടെ ലൈസേറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലൈസേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ലൈസിസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് നമുക്ക് എന്തെങ്കിലും ഡിറ്റർജൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസ്, അത് കൂടാതെ തന്നെ നമ്മുടെ ട്രൈറ്റോൺ X100 അല്ലാന്നുണ്ടെങ്കിൽ അമോണിയം ക്ലോറൈഡ് പോലുള്ള സൊല്യൂഷൻസൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
ഓക്കെ, അപ്പോൾ നമുക്കറിയാം അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നതൊക്കെ എന്താണ്, RBCsനെ ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് കൂടാതെ തന്നെ നമുക്കറിയാം നമ്മുടെ ലൈസേറ്റ് പ്രിപ്പറേഷനിൽ ടൊളുയിൻ, ക്ലോറോഫോം പോലുള്ള റിയേജൻസ് കൂടെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് ഹീമോഗ്ലോബിനോപ്പതി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് HBൻ്റെ വേരിയൻസിനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുക. HB വേരിയൻസ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെയാണ് നമ്മൾ പൊതുവേ ഹീമോഗ്ലോബിനോപ്പതീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റാണ് നമ്മുടെ HB ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ HB ഇലക്ട്രോഫോറസിസിന് നമ്മൾ യൂസ് ചെയ്യുന്ന മോസ്റ്റ് പ്രിഫേർഡ് സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ലൈസ്ഡ് റെഡ് സെൽസ് ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ. ബോംബെ ബ്ലഡ് ഗ്രൂപ്പിനെ നമ്മൾ എങ്ങനെയാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇനീഷ്യലി ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം നമ്മൾ പലതരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പ് കേട്ടിട്ടുണ്ട്. കോമൺ ആയിട്ട് A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, O ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാം കോമൺ ആയിട്ട് നമുക്കറിയാം H എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും, H ആൻറ്റിജൻ ഉണ്ടായിരിക്കും. കൂടാണ്ട് തന്നെ അഡീഷണൽ ആയിട്ട് നമ്മുടെ A ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ B ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള B സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും. Aയും Bയും സബ്സ്റ്റൻസ് ഇല്ലാതെ H സബ്സ്റ്റൻസ് മാത്രമുള്ളവരെ നമ്മൾ O ഗ്രൂപ്പ് എന്ന് വിളിക്കാറുണ്ട്. ഇനി ഈ H സബ്സ്റ്റൻസ് പോലും ഇല്ലാത്തവരെയാണ് നമ്മൾ ബോംബെ ബ്ലഡ് ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ബോംബെ ബ്ലഡ് ഗ്രൂപ്പിൽ H സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കണ്ടീഷനാണ് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ബെന്തി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് പണ്ട് കാലത്ത് ഏകദേശം ഒരു 1952 കാലഘട്ടങ്ങളിൽ തന്നെ നമ്മുടെ ഈ ബോംബെ ബ്ലഡ് ഗ്രൂപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്തുകൊണ്ടാണ് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്നുള്ള പേര് വരാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ആദ്യമായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നത് എവിടെയാണ്, ബോംബെയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബോംബെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്ക് അതേ കൈൻഡ് ഓഫ് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്, അതായത് ബോംബെ ബ്ലഡ് തന്നെയാണ് നമുക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ. എങ്ങനെയാണ് ഈ ബോംബെ ബ്ലഡ് ഗ്രൂപ്പിനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ നമുക്കറിയാം ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രൂപ്പിംഗ് മെത്തേഡ്സ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. സെൽ ഗ്രൂപ്പിംഗ് ഉണ്ട്, ഫോർവേഡ് ഗ്രൂപ്പിംഗ് ഉണ്ട്, സീറം ഗ്രൂപ്പിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ലൂയിസ് മെത്തേഡാണ് തന്നിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് ടെക്നിക്ക് വഴിയാണ് നമ്മുടെ ബോംബെ ബ്ലഡ് ഗ്രൂപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം സെൽ ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ്, പേഷ്യൻറ്റിൻ്റെ സെല്ലും അതുപോലെ തന്നെ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൻറ്റിസിറ അല്ലെങ്കിൽ ആൻറ്റിബോഡീസ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളവിടെ ഗ്രൂപ്പിംഗ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ സെൽ ഗ്രൂപ്പിംഗ് ഉണ്ട്, ഫോർവേഡ് ഗ്രൂപ്പിങ്ങും സിമിലർ ആണ്. ആൻഡ് സീറം ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിൻ്റെ സീറവും അതുകൂടാതെ തന്നെ നമ്മൾ പൂൾഡ് ആയിട്ടുള്ള A സെല്ല്, B സെല്ല്, O സെല്ലൊക്കെ പ്രിപ്പയർ ചെയ്യും. അങ്ങനെ സെല്ലുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ പേഷ്യൻറ്റിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ഡോണറിൻ്റെ പേഷ്യൻറ്റിൻ്റെ നമ്മൾ സീറം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഗ്രൂപ്പിംഗ് നടത്തുന്നതാണ് സീറം ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീറം ഗ്രൂപ്പിംഗ് കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. എങ്ങനെയാണ് ഈ പൂൾഡ് സെൽസിനെ ഉണ്ടാക്കുക? അതായത് സിമിലർ കൈൻഡ് ഓഫ് 2 or 3 ബ്ലഡിൽ നിന്ന്, ഇപ്പോൾ A ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു സിമിലർ 3 A ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സെല്ലിനെ എടുക്കുന്നു, 5% സസ്പെൻഷൻ, അതിനെ വാഷ് ചെയ്തിട്ട് 5% സസ്പെൻഷൻ ഉണ്ടാക്കുന്നു. സിമിലർലി നമ്മൾ B സെൽസിനെയും, അതായത് 3 ഇൻഡിവിജ്വൽസിൽ നിന്ന് B സെൽസിനെ എടുക്കുന്നു, അതുപോലെ തന്നെ അതിനെ നമ്മൾ വാഷ് ചെയ്തിട്ട് ഒരു 5% സസ്പെൻഷൻ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ O സെൽസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ സീറം ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഗ്രൂപ്പിംഗ് നടത്തുന്നതാണ് സീറം ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ നമ്മുടെ ബോംബെ ബ്ലഡ് ഗ്രൂപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അക്യുറേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ സീറം ഗ്രൂപ്പിംഗ് മെത്തേഡാണ്. അപ്പോൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്കൈനോകോക്കസ് കോസസ്. എക്കൈനോകോക്കസ് എന്താണ് കോസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻ A എന്ന് പറയുന്നത് ട്രാവലേഴ്സ് ഡയറിയാണ്. ഓപ്ഷൻ B എന്ന് പറയുന്നത് കലാഅസാറാണ്. ഓപ്ഷൻ C എന്ന് പറയുന്നത് ഹൈഡാറ്റിഡ് സിസ്റ്റ് ആണ്. ആൻഡ് ഓപ്ഷൻ D എന്ന് പറയുന്നത് മലേറിയയാണ്. അപ്പോൾ എക്കൈനോകോക്കസ് തന്നിട്ടുള്ളതിൽ ഏതാണ് കോസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ബിഫോർ ദാറ്റ് നമ്മൾ എക്കൈനോകോക്കസ് എന്താണെന്നുള്ളത് അറിയണം. എക്കൈനോകോക്കസ് എന്താണ്? നമ്മുടെ സിസ്റ്റോഡ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ് എക്കൈനോകോക്കസ് എന്ന് പറയുന്നത്. ബേസിക്കലി അതൊരു ടേപ്വേമാണ്. അപ്പോൾ എക്കൈനോകോക്കസ് തന്നെ മെയിനായിട്ട് നമുക്ക് 4 സ്പീഷീസ് ആണുള്ളത്. എക്കൈനോകോക്കസ് ഗ്രാനുലോസസ് ഉണ്ട്, എക്കൈനോകോക്കസ് മൾട്ടിലോക്കുലാരിസ് ഉണ്ട്, എക്കൈനോകോക്കസ് വൊഗേലി ഉണ്ട്,
അതുപോലെ തന്നെ എക്കൈനോകോക്കസ് ഒലിഗാർപ്പസിൻ്റെ. അപ്പോൾ നമ്മുടെ മെയിനായിട്ട് വരുന്ന സ്പീഷീസ് എന്ന് പറയുന്നത് എക്കൈനോകോക്കസ് ഗ്രാനുലോസസ് ആണ്. അപ്പോൾ തന്നിട്ടുള്ളതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാ? നമ്മുടെ എക്കൈനോകോക്കസ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം ട്രാവലേഴ്സ് ഡയറിയ എന്ന് പറയുന്നത് മെയിനായിട്ട് ബാക്ടീരിയാസ്, എസ്പെഷ്യലി ഇക്കോളൈ, കെമ്പൈലോബാക്ടർ, അതുപോലെ തന്നെ നമ്മുടെ സാൽമോണല്ല, ഷിഗല്ല പോലുള്ള സ്പീഷീസ് ബാക്ടീരിയാസ് മെയിനായിട്ട് കോസ് ചെയ്യുന്നതാണ് നമ്മുടെ ട്രാവലേഴ്സ് ഡയറിയ എന്ന് പറയുന്നത്. നമുക്കറിയാം അതാണ് നമ്മുടെ ട്രാവലേഴ്സ് ഡയറിയ എന്ന് പറയുന്നത്. ഇനി കലാഅസാർ എന്താണെന്നുള്ളത് നോക്കാം. കലാഅസാർ എന്ന് പറയുന്നത് നമ്മുടെ ലീഷ്മാനിയ ഡോണോവാനി കോസ് ചെയ്യുന്നതാണ് നമ്മുടെ കലാഅസാർ എന്ന് പറയുന്നത്. ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഹൈഡാറ്റിഡ് സിസ്റ്റ് ആണ്. നമ്മുടെ എക്കൈനോകോക്കസ് ഉണ്ടാക്കുന്നത് ഹൈഡാറ്റിഡ് സിസ്റ്റ് ആണ്. മലേറിയ ഉണ്ടാക്കുന്ന ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ് മലേറിയ കോസ് ചെയ്യുന്നത്. അപ്പോൾ എക്കൈനോകോക്കസ് ഉണ്ടാക്കുന്ന അസുഖം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡാറ്റിഡ് സിസ്റ്റ് ആണ്. ഹൈഡാറ്റിഡ് സിസ്റ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മുടെ ലിവറിൽ, ലങ്സിലൊക്കെയാണ് ഹൈഡാറ്റിഡ് സിസ്റ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഹൈഡാറ്റിഡ് സിസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ എക്കൈനോകോക്കസ് ഗ്രാനുലോസസ് ആണ്. മെയിനായിട്ട് എക്കൈനോകോക്കസ് ഗ്രാനുലോസസ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻവലപ്പ് ഷേപ്ഡ് ക്രിസ്റ്റൽസ് സീൻ ഇൻ അസിഡിക് യൂറിൻ. അസിഡിക് യൂറിനുള്ള എൻവലപ്പ് ഷേപ്ഡ് ക്രിസ്റ്റൽസ് ആര് കാരണമാണ് ഉണ്ടാകുന്നത്? അപ്പോൾ നമുക്കറിയാം ക്രിസ്റ്റൽസ്, അതായത് നമ്മുടെ യൂറിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോഡി ഫ്ലൂയിഡാണ്. നമുക്ക് ഒരുപാട് നമ്മുടെ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ, മെയിനായിട്ട് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനി ഇൻഫെക്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോഡി ഫ്ലൂയിഡാണ് യൂറിൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻവലപ്പ് ഷേപ്ഡ് ക്രിസ്റ്റൽസ്, യൂറിനിൽ കാണപ്പെടുന്ന എൻവലപ്പിൻ്റെ ഷേപ്പിലുള്ള ക്രിസ്റ്റൽസ് ആര് കാരണമാണ് എൻവലപ്പ് ഷേപ്ഡ് ക്രിസ്റ്റൽസ് ഉണ്ടാകുന്നത്? ഓക്കെ, തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് കാൽഷ്യം ഓക്സലേറ്റ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ട്രിപ്പിൾ ഫോസ്ഫേറ്റ്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് സിസ്റ്റീൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എൻവലപ്പ് ഷേപ്പിലുള്ള ക്രിസ്റ്റൽസ് ആര് കാരണമാണ്? അതെ, കാൽഷ്യം ഓക്സലേറ്റ് ആണ് മെയിനായിട്ട് നമ്മുടെ എൻവലപ്പ് ഷേപ്ഡ് ക്രിസ്റ്റൽസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കാൽഷ്യം ഓക്സലേറ്റ് എൻവലപ്പ് ഷേപ്ഡ് ക്രിസ്റ്റൽസ് ആണ്. ബാക്കി ഉള്ള ക്രിസ്റ്റൽസ് എങ്ങനത്തെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ എൻവലപ്പ് ഷേപ്ഡ് ക്രിസ്റ്റൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും? എൻവലപ്പ് ഷേപ്ഡ് ക്രിസ്റ്റൽസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മുടെ കത്തിൻ്റെ ഷേപ്പിലുള്ള ക്രിസ്റ്റൽസ് ആണ് എൻവലപ്പ് ഷേപ്ഡ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. ഇനി ട്രിപ്പിൾ ഫോസ്ഫേറ്റ് ക്രിസ്റ്റൽസ്, ഇങ്ങനെയാണ് ട്രിപ്പിൾ ഫോസ്ഫേറ്റ് ക്രിസ്റ്റൽസ് യൂറിനിൽ കാണപ്പെടുന്നുണ്ടായിരിക്കുക. നമുക്കറിയാം കോഫിൻ ലിഡ് ഷേപ്പിലാണ് നമ്മുടെ ട്രിപ്പിൾ ഫോസ്ഫേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടായിരിക്കുക. കോഫിൻ ലിഡിൻ്റെ ഷേപ്പിലായിരിക്കും നമ്മുടെ ട്രിപ്പിൾ ഫോസ്ഫേറ്റ് ക്രിസ്റ്റൽസ് കാണപ്പെടുന്നുണ്ടായിരിക്കുക. ഇനി യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ റോംബോയിഡ് ഷേപ്പ് അല്ലെങ്കിൽ റോസറ്റി ഷേപ്പിൽ കാണുന്ന ക്രിസ്റ്റൽസ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കൂട്ടായിട്ട് റോസറ്റി ഷേപ്പിൽ കാണാറുണ്ട്. അപ്പോൾ റോംബോയിഡ് അല്ലെങ്കിൽ റോസറ്റി ഷേപ്പിൽ കാണപ്പെടുന്ന ക്രിസ്റ്റൽസ് ആണ് നമ്മുടെ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. സിസ്റ്റിൻ ആണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മുടെ ഹെക്സഗണൽ ഷേപ്പിൽ കാണുന്ന ക്രിസ്റ്റൽസ് ആണ് സിസ്റ്റീൻ ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻവലപ്പ് ഷേപ്പിലുള്ള ക്രിസ്റ്റൽസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽഷ്യം ഓക്സലേറ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും കണ്ണടച്ച് എഴുതാൻ പറ്റണം. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജേം ട്യൂബ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു കൺഫേം. ജേം ട്യൂബ് ടെസ്റ്റ് എന്തിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെന്നുള്ളതാണ്. തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ്, ഓപ്ഷൻ ബി ഈസ് ട്രൈക്കോഫൈറ്റൻ, ഓപ്ഷൻ സി ഈസ് മൈക്രോസ്പോറം ആൻഡ് ഓപ്ഷൻ ഡി ഈസ് കാൻഡിഡ ആൽബിക്കൻസ്. അപ്പോൾ ജേം ട്യൂബ് ടെസ്റ്റ് തന്നിട്ടുള്ളതിൽ ഏത് സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. തന്നിട്ടുള്ളതൊക്കെ നമുക്കറിയാം ഫംഗസ് ആണ്. അപ്പോൾ ജേം ട്യൂബ് ടെസ്റ്റ് ഏത് ഫംഗസിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ആൻസർ. ജേം ട്യൂബ് ടെസ്റ്റ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? കാൻഡിഡ ആൽബിക്കൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജേം ട്യൂബ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് നമുക്കറിയാം ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള ഈസ്റ്റാണ് നമ്മുടെ ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഇങ്ക് നൈട്രോസിൻ സ്റ്റെയിൻ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ത്യ ഇങ്ക് മെയിനായിട്ട് നമുക്കറിയാം ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ട്രൈക്കോഫൈറ്റൻ അത്ലറ്റ്സ് ഫുഡ് ഡിസീസൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് നമ്മുടെ ട്രൈക്കോഫൈറ്റൻ എന്ന് പറയുന്നത്. മൈക്രോസ്പോറം എന്ന് പറയുന്നത് നമ്മുടെ ഡെർമറ്റോഫൈറ്റോസിസ് ഒക്കെ ഉണ്ടാക്കുന്ന ആളാണ്
നമ്മുടെ മൈക്രോസ്പോറം എന്ന് പറയുന്നത്. കാൻഡിഡ ആൽബിക്കൻസ് ആണ് നമ്മൾ മെയിനായിട്ട് ജേം ട്യൂബ് ടെസ്റ്റ് വഴി കൺഫേം ചെയ്യുന്നത്. ഇനി എന്താണ് ജേം ട്യൂബ് ടെസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ കാൻഡിഡ ആൽബിക്കൻസിൻ്റെ കോളനീസിനെ നമ്മൾ ഹ്യൂമൻ അല്ലാന്നുണ്ടെങ്കിൽ ഷീപ്പ് സിറത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 37 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 2 to 4 hours നമ്മളതിനെ ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം നമ്മളതിൽ നിന്നൊരു വെറ്റ് മൗണ്ട് ഇട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പീഷീസിൽ നിന്ന് ഒരു ട്യൂബ് പ്രൊജക്ഷൻ പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മൾ ജേം ട്യൂബ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജേം ട്യൂബ് ടെസ്റ്റ് എന്ന് പറയുന്നത് കാൻഡിഡ ആൽബിക്കൻസിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ്.